CK ടോക്സിൻ്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ ഏതായാലും ഈ ഒരു സീസൺ ആരാധകരുടെ ഒരു വാർണിംഗ് ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ബ്ലാസ്റ്റേഴ്സ് ഇനിയും ഈ ഒരു കാര്യം തുടരുകയാണെങ്കിൽ ഇക്കാര്യത്തിൽ ഇനിയും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ പിന്നിലോട്ട് പോകുമെന്നാണ് നമുക്ക് ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ നിന്നും കൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും അവസാനത്തെ മത്സരങ്ങളിൽ നിന്നൊക്കെ അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയോടനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റും കൂടാതെ തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനോടനുബന്ധിച്ചുള്ള ഒരു ട്രാൻസ്ഫർ റിപ്പോർട്ടുമാണ്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാൻ ശ്രമിക്കുക. ഏതായാലും ആദ്യത്തെ ഒരു അപ്ഡേറ്റ് എന്നുള്ളത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ ഒരു ട്രാൻസ്ഫർ അപ്ഡേറ്റ് തന്നെയാണ്. നമുക്കറിയാം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഏറ്റവും മികച്ച താരങ്ങളെ കൊണ്ടുവരുന്ന ക്ലബ്ബുകളിൽ ഒന്നാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എന്നുള്ളത്. എത്ര പണം നൽകിയാണെങ്കിലും അവർ ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്ന താരത്തെ എങ്ങനെയെങ്കിലും ടീമിലേക്ക് അവർ എത്തിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ ഇതാ മോഹൻ ബഗാനുമായി മറ്റൊരു ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു റിപ്പോർട്ട് പുറത്തേക്ക് വരികയാണ്. അതും ഒരു ട്രാൻസ്ഫർ റിപ്പോർട്ട്. ഗെയിൽ നൗ ചീഫായിട്ടുള്ള ആശിഷ് നെഗിയുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഓസ്ട്രേലിയൻ മധ്യനിര സൂപ്പർ താരമായിട്ടുള്ള ജാക്സനെയാണ് നിലവിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ടീമിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 1.5 വർഷമായി ഈ ഒരു താരത്തിന്റെ പിന്നാലെയാണ് മോഹൻ ബഗാൻ എന്നുള്ളത്. താരം നിലവിൽ കളിക്കുന്നത് ബുണ്ടസ് ലീഗയിലെ FC സെന്റ് പോളിക്കിന് വേണ്ടിയാണ്. അതായത് ലോകത്തിലെ ഏറ്റവും മികച്ച 3ാമത്തെ ടൂർണമെന്റിലാണ് നിലവിൽ അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു താരത്തെ പെട്ടെന്ന് ടീമിലേക്ക് എത്തിക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇനിയും വർഷങ്ങൾ എടുത്താലും കൂടാതെ തന്നെ ഇനി അങ്ങോട്ട് എത്ര പൈസ ചെലവാക്കുകയാണെങ്കിലും ഈ ഒരു താരത്തെ ഒരു കാരണവശാലും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് വിട്ടുകളയുകയില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ താരത്തിന്റെ മാർക്കറ്റ് വാല്യൂ എന്നുള്ളത് 16 കോടിയോളം രൂപയാണ്. എന്നിരുന്നാലും ഈ ഒരു ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തേക്ക് വരുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഏതായാലും ഈ ഒരു ടൈമിന് നമ്മൾ ബ്ലാസ്റ്റേഴ്സിനെയും ഇതിലൊന്ന് താരതമ്യം ചെയ്യേണ്ടതുണ്ട്. ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ ആ ഒരു പൈസക്ക് അഥവാ ആ ഒരു ക്യാഷിനൊന്നും ഒരു താരത്തെയും ടീമിലേക്ക് എത്തിക്കുകയില്ല. ആ ഒരു ക്യാഷിനുള്ള ഒരു പ്ലെയർ ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു താരത്തിലെ എങ്ങനെയെങ്കിലും വിറ്റയച്ചുകൊണ്ട് മറ്റേതെങ്കിലും ടീമിലേക്ക് കൊടുത്തുകൊണ്ട് പൈസ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോട് മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് നിൽക്കുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് നിൽക്കുക. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമന്റായി രേഖപ്പെടുത്തുക. ഇനി അടുത്തൊരു അപ്ഡേറ്റിലേക്ക് കടക്കാം. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് ഇതുവരെ കിരീടം സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏറ്റവും മികച്ച ഫാൻസ് കൂട്ടായ്മയുണ്ടെന്ന് അവകാശപ്പെടാനാവും ബ്ലാസ്റ്റേഴ്സിന്. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഈ ഒരു സീസണിൽ പ്ലേ ഓഫ് കാണാതെ പുറത്തായ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് ISLന്റെ ഈ ഒരു സീസണിൽ തങ്ങളുടെ ഹോം സ്റ്റേഡിയത്തിൽ കളി കാണാൻ എത്തുന്ന ആരാധകരുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ട്. സാധാരണ ഒരു സീസണിൽ പോലും ഇങ്ങനെ ഉണ്ടാവാത്തതാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ വിജയങ്ങൾ പ്രതീക്ഷിച്ച് സ്റ്റേഡിയത്തിലേക്ക് വരുന്ന ആരാധകർക്ക് അധികം മത്സരങ്ങളിലും തോൽവിയും സമനിലയും അടങ്ങുന്ന റിപ്പോർട്ടുകളാണ് തിരികെ ബ്ലാസ്റ്റേഴ്സ് ടീം സമ്മതിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മാനേജ്മെന്റിനെതിരെ തുടരുന്ന ആരാധകരുടെ പ്രതിഷേധങ്ങളും കൊച്ചിയിലെ അവസാന മത്സരങ്ങളിൽ ഗാലറികൾ ഒഴിഞ്ഞുകിടക്കുന്നതും കാരണമായിട്ടുണ്ട്. നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഫാൻസ് ഉള്ള ഫുട്ബോൾ ക്ലബ്ബുകളിൽ മുൻനിരയിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും ഈസ്റ്റ് ബംഗാൾ എഫ്സിയുമാണുള്ളത്. ബ്ലാസ്റ്റേഴ്സിന്റെ കളി കാണാൻ എത്തുന്നവരെക്കാൾ കൂടുതൽ അഥവാ 10 മടങ്ങ് കൂടുതൽ ആയിരിക്കുന്നു നിലവിൽ ഈ ഒരു 2 ടീമുകളുടെയും കളി കാണാൻ എത്തുന്ന ആരാധകരുടെ എണ്ണം എന്നുള്ളത്. ഇതുവരായിട്ടും കിരീടമില്ലെങ്കിലും ആരാധകരും കാണികളും ഉണ്ട് എന്ന് പറഞ്ഞ് നടന്നിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന് ഇക്കാര്യത്തിൽ പിറകോട്ട് പോകുന്നുണ്ട്. അടുത്ത ISL സീസണിൽ മോശം പ്രകടനം തുടരുകയാണെങ്കിൽ അത് ബ്ലാസ്റ്റേഴ്സിനെ കളി കാണാൻ എത്തുന്നവരുടെ കാര്യത്തിൽ മറ്റു ടീമുകളെക്കാൾ ഏറെ പിന്നിലായി പോകുന്നത് തന്നെയാണ്. ഏതായാലും ഈ ഒരു കാര്യം കൂടി ബ്ലാസ്റ്റേഴ്സ് ശ്രദ്ധിക്കുകയാണെങ്കിൽ അടുത്ത സീസണിൽ കുറച്ചാളെങ്കിലും ബ്ലാസ്റ്റേഴ്സിന്റെ കളി കാണാൻ എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഏതായാലും ഇതിനെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റായി രേഖപ്പെടുത്തുക. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുമായി ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.